എൻ്റെ പേര് ഫാത്തിമത്തേറ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കണം. എനിക്ക് SLD എന്ന് പറഞ്ഞൊരു മാരമായ രോഗമാണ്. പുണ്യമാസത്തിൽ എല്ലാവരും എന്നെ സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ മകൾ ഫാത്തിമത്ത് സഹറ ഈ ആശുപത്രിൻ്റെ ബുദ്ധിമുട്ട് കാരണം അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതിൻ്റെ തുടർ ചികിത്സയ്ക്കായിട്ടും മറ്റൊരു പുണ്യ റമദാനിൽ എല്ലാവരും ഞങ്ങളോട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കും. പുണ്യമാസത്തിൽ അള്ളാഹുവിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുന്നതാണ്. എനിക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നേടണം. നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ മകളുടെ ജീവന് വേണ്ടിയിട്ട്, അവളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടും ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. പഠിത്തത്തെ എല്ലാവരും സഹായിക്കണം. എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ ഹോസ്പിറ്റലിൽ മാത്രമാണ്. എനിക്ക് ബാക്കിയുള്ളവരെ പോലെ പോണ പുറത്ത്. അസ്സലാമു അലൈക്കും. മുഹമ്മദ് അലി ശാലിയുമാണ്. വളരെ പ്രയാസത്തോടുകൂടി, വളരെ സങ്കടത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ യാചിക്കുകയാണ്. ഈ ഉപ്പയുടെയും ഉമ്മയുടെയും സങ്കടം നിങ്ങൾ കാണാതെ പോകരുതേ. പൊന്നുപോലെ നോക്കി വളർത്തിയ മകളുടെ ദയനീയമായ ഒരു അവസ്ഥ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് മറ്റൊരു നിവർത്തിയുമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത്. പ്രിയമുള്ളവരെ, SLE എന്ന അപൂർവമായ രോഗത്താൽ എല്ല് നുറുങ്ങുന്ന വേദനയിലും നമ്മളോട് പറയാനുള്ളത്, എനിക്ക് ജീവിക്കണം, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണേ എന്നാണ്. ആരും തന്നെ കാണാതെ പോകരുതേ. പ്രിയമുള്ളവരെ, പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് 20ാം രാവിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നൽകുന്ന സക്കാത്തും സദക്കയിലും ഒരു വിഹിതം ഈ കുടുംബത്തിന് നൽകി ഈ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും സഹായിക്കണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്മ പറ്റാത്ത ലോക മലയാളി സമൂഹമേ, നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിച്ചാൽ ഈ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ എറണാകുളം ചേരാനെല്ലൂര് ജുമാ മസ്ജിദിന്റെ താമസിക്കുന്ന ഫാത്തിമത്ത് സഹറ എന്ന പൊന്നുമകളുടെ വീട്ടിലാണ്. 14 വയസ്സാണ് ഈ പൊന്നുമകൾക്ക്. SLE എന്ന മാരക രോഗമായിട്ട് ഈ പൊന്നുമകൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ പൊന്നുമകൾക്ക്. കാരണം ഈ പൊന്നുമകളുടെ ചികിത്സ കൊണ്ട് അവരുടെ കിടപ്പാടം ജപ്തിയിൽ വന്നിരിക്കുന്ന നഹാസ്ക പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവൻ ഒരു വീട് വെച്ചു, അത് മുഴുവൻ ജപ്തിയുടെ വക്കിലാണ്. ആ പൊന്നുമകള് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡെയിലി പോയി ഇഞ്ചക്ഷൻ ചെയ്തിട്ട്, ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ ചെയ്യുക, പരീക്ഷ എഴുതുക, കയ്യും കാലൊക്കെ നീര് വെച്ച് മുഖമൊക്കെ വളരെ വീർത്തിട്ടാണ് പൊന്നുമകള് ഈ പുണ്യ റമദാൻ മാസത്തിൽ ഇരട്ടി